ഗൈസ്, എനിക്കിന്ന് കൊല്ലം സുധീര ഭാര്യ രേണുവിനെ കുറിച്ച് 2 വാക്ക് പറയണമെന്ന് തോന്നി. അങ്ങനെയാണ് കൊല്ലം സുധി മരിച്ചതിന് ശേഷം രേണു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. ഷോർട്സ് ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് പോവുമായിരുന്നു. അതിനുശേഷമാണ് രേണു നാടകത്തിൽ അഭിനയിക്കാനായിട്ടും പിന്നെ റീൽസുകളൊക്കെ ചെയ്ത് പിന്നെ ഷോർട്ട് ഫിലിമുകൾ അങ്ങനെയൊക്കെ രേണു അഭിനയിക്കുകയൊക്കെ തുടങ്ങി. പക്ഷെ അതിലൊക്കെ രേണുവിന് നല്ല വിജയമാണ്. പക്ഷേ കുറച്ച് കമൻറ്റ്, എല്ലാവരും അല്ല, കമൻ്റ് ഇടുന്ന കുറച്ച് പേരുണ്ട്. അവരോട് പറയാനുള്ളത്, എന്തിനാണ് ആ കുട്ടിയെ ഉപദ്രവിക്കുന്നത്? അത് ജീവിക്കട്ടെ. പിന്നെ അതിന് ഈ പറഞ്ഞ കണക്കിന് അതിൻ്റെ 3-4 വയറ് കഴിഞ്ഞ് പോകാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശപ്പിന് ആരെങ്കിലും കൊടുക്കും? അതിനിങ്ങനെ ആ കുട്ടി അഭിനയിച്ചാണ് അത് ജീവിക്കാനുള്ളത്. അതാണ് അതിൻ്റെ തൊഴിൽ. അപ്പോഴേ അതങ്ങനെ അങ്ങ് ജീവിക്കട്ടെ. പിന്നെ എന്തിനാണ് അതിന് അതും ഇതുമൊക്കെ പറയണത്? കമൻറ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാമാണ് പറഞ്ഞത്. അത് പിന്നെ മാനസികമായിട്ട് ആ കുട്ടി തകർന്നായിരുന്നു. ആവശ്യമില്ലാതെ ഈ കമൻ്റ് ഇടുന്നവരടുത്ത് ഒരു വാക്കേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ കമൻ്റ് ഇടുന്ന മൊബൈൽ മാത്രം വെച്ച് നിങ്ങൾക്ക് വീഡിയോസുകൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തുകൂടെ? എന്തിനാണ് ഇങ്ങനെ ആളുകളെ ഇങ്ങനെ കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്? ദ്രോഹിക്കാതെ നല്ല കാര്യങ്ങൾ പറയുക. ആ കുട്ടി ഉയരങ്ങളിലേക്ക് പോകുന്ന ഒരിതാണ്. ഞാൻ കാണാറുണ്ട്, രേണുവിൻ്റെ റീൽസുകൾ കാണാറുണ്ട്. പക്ഷെ അവളിപ്പോഴും പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കമൻറ്റ് ഇടുന്നവർ കമൻറ്റ് കയറി ഇടുമ്പോൾ കുറച്ചുകൂടെ വ്യൂ കയറിയുള്ളൂ. അങ്ങനെ മനസ്സിലാക്കണം. അതുപോലെ വീടില്ലായിരുന്നു, പിന്നെ വീട് വെച്ചു കൊടുത്തു. പിന്നെ ആളുകൾ കമൻ്റ് ഇട്ട് പറയണത്തിനാണ് രേണുവിൻ്റെ പേരിലാവൂ വീട്. അപ്പോൾ രേണു കഷ്ടം. അതിനും വന്നിരുന്ന് പറയുകയാണ്, എൻ്റെ 2 മക്കളെയും പേരിലാണ്, മക്കൾക്കാണ് വീട് എന്നുള്ളതൊക്കെ പറയുന്നു. പിന്നെ രേണുവിൻ്റെ അമ്മയും അച്ഛനും അവിടെ കൂടെ ഉണ്ട്. അതിനും മറുപടി വീണ്ടും പറയേണ്ട അവസ്ഥകളാണ് വന്നത്. അമ്മയും അച്ഛനും ഉണ്ടല്ലോ. അപ്പം പിന്നെ സുധീര സഹോദരങ്ങളും അമ്മയും അച്ഛനും എന്തുകൊണ്ട് അവിടെ വരുന്നില്ല? അത് അവരവരെ ഇഷ്ടമല്ലേ? അവരിവിടെ വന്നപ്പോൾ രേണുവിൻ്റെ കൂടെ നിൽക്കണോ അങ്ങനെയൊക്കെ തീരുമാനിക്കണത് അവരെ ഇഷ്ടമാണ്. അതുപോലെ മൂത്ത മകൻ സുധീര വീട്ടിലാണ്, അവിടെയാണ് നിന്ന് അവിടുത്തെ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ രേണു അടിച്ചിറക്കി വിട്ട് എന്നൊക്കെയാണ് പറയണത്. ആ കുട്ടിയുടെ ആ മോൻ്റെ ഇഷ്ടം, അവിടെ നിന്ന് പഠിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് അവൻ പോയി. അതിന് എന്തൊക്കെയാണ് പറയണത്? പിന്നെയെങ്കിലും അവളെ രേണുവിനെ വെറുതെ വിട്ടൂടെ? അത് പോയി ജീവിക്കട്ടെ. അത് വേറെ ആരെയും മോഷ്ടിച്ചു അങ്ങനെയല്ലല്ലോ ജീവിക്കണം. നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യും, ഈ പറയണ ആളുകൾ എന്തോന്ന് ചെയ്യണം, അങ്ങോട്ട് പണം അയച്ചു കൊടുക്കുക. അവർക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ച് പണമായിട്ടായിരുന്നാലും അങ്ങനെ കൊടുത്തിട്ട് ഒരു സ്ഥലത്ത് ഇരുത്തണം. അതാണ് ചെയ്യാനുള്ളത്. ലക്ഷ്മി നക്ഷത്രം, ആ കുട്ടി പിന്നെ മുമ്പ് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി നക്ഷത്രയ്ക്ക് യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. ഞാൻ സ്ഥിരം കാണുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ കുട്ടിയുടെ വീഡിയോസുകളും ഷോർട്സുകളെല്ലാം ഞാൻ കാണാറുണ്ട്. അവതാരികയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലക്ഷ്മി നക്ഷത്രം തോന്നി രേണുവിനെ മക്കളെയും കാണാനായിട്ട് പോയി അത് ലക്ഷ്മി നക്ഷത്രയ്ക്ക് പിന്നെ ലക്ഷ്മി നക്ഷത്രയുടെ ചാനൽ വളർത്താൻ വേണ്ടിയിട്ടാണ്, ചാനലിൽ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് പോയത് എന്നുള്ള ഒരു ഇതുവരെ വന്നു. എന്തിനാണ് അങ്ങനെ പറയണത്? പിന്നെ അതിനുശേഷം ലക്ഷ്മി നക്ഷത്രയെ കാണാൻ പോലുമില്ല. പിന്നെ അതിനിടയ്ക്ക് വെച്ച് രേണുവിന് പെർഫ്യൂം വേണമെന്ന് പറഞ്ഞ് സുധീരത്തിൻ്റെ മണമുള്ള പെർഫ്യൂം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ലക്ഷ്മി നക്ഷത്രം അത് കൊണ്ടുവന്ന് എത്തിച്ച് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത്. അപ്പോൾ അതൊക്കെ പിന്നെ ലക്ഷ്മി നക്ഷത്രയ്ക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയാണെന്നും അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ പറഞ്ഞു. പക്ഷേ പിന്നെ അതിനുശേഷം ലക്ഷ്മി നക്ഷത്രയെ കാണാനില്ല. ചിലപ്പോൾ തിരക്കുകൾ കൊണ്ടായിരിക്കും. എന്തിനാണ് ഇങ്ങനെ പറയണത്? നിങ്ങൾക്കൊന്നും വേറെ ഒരു ജോലിയില്ലേ? നിങ്ങളൊക്കെ നിങ്ങളെ കാര്യങ്ങൾ നോക്കിയാൽ ആ കുട്ടി എങ്ങനെ പോയി അഭിനയിക്കട്ടെ. അഭിനയിച്ചാൽ തന്നെയും വേറൊരു രീതിക്കല്ലല്ലോ അത് അഭിനയിക്കുക. അത് ഡ്രസ്സ് ഫുള്ള് അതിൻ്റെ ശരീരത്തിൽ നല്ലതുപോലെ ഡ്രസ്സ് ഇട്ടും കൊണ്ട് തന്നെ അഭിനയിക്കണം. വേറൊരു രീതിയൊന്നുമില്ല. ഇനിയെങ്കിലും ആരും ആ കുട്ടിയൊന്നും പറയാതിരിക്കുക. പിന്നെ അവരൊരു കുടുംബം കഴിഞ്ഞ് പോകണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അവർ കഷ്ടപ്പെടുന്നത്. ഇനി എന്തിനാണ് അതിന് ഓരോന്ന് പറയണത്? ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഉള്ള കാലം ജീവിതം മുഴുവനും, ജീവിതം അവസാനം വരെ കരഞ്ഞു ഇങ്ങനെ കണ്ണീര്
കഴുകി ഒഴുക്കിയിരിക്കണമെന്നാണോ പറയണത്? അവരെ വയറിന് വല്ലതും കിട്ടണമെങ്കിൽ അവരിറങ്ങി പോയല്ലേ കിട്ടുള്ളൂ. രേണുവിനെ പറയുമ്പോൾ ആ മോന് തന്നെ ഭയങ്കര വിഷമമാണ്. മൂത്ത മോൻ നല്ലതുപോലെ അറിയാറായി, ആ കുട്ടിക്ക് ഭയങ്കര വിഷമമാവും. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി ആ കുട്ടിയെ കഴിവിൻ്റെ പരമാവധി നിങ്ങളൊന്നും പറയാതിരിക്കുക, ഇത്രയൊക്കെ പറയാനുള്ളൂ.